ഹലോ, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. രാവിലെ ചായ മാത്രമേ ഇടുന്നുള്ളേ, ബാക്കിയെല്ലാം പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിറങ്ങി. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മുടെ അല്ലുവിനെ എഴുത്തിനിരുത്തുന്ന ദിവസമാണ്. അമ്പലത്തിലേക്ക് പോവുകയാണ്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോയിലാണേ പോകുന്നത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് റോഡിലോട്ട് നടക്കാനുണ്ട്. ഓട്ടോയിൽ കയറാൻ വേണ്ടി 2 പേരും കൂടെ സ്പീഡിൽ നടക്കുവാണേ. രാവിലത്തെ സമയമായതുകൊണ്ട് അല്ല കുറച്ച് നിർബന്ധമൊക്കെ കാണിച്ചെങ്കിലും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആൾ നല്ല ഉഷാറായി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. പിന്നെ അല്ലുവിനെയും കൊണ്ട് നടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല, കാരണം റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൈവിട്ടങ്ങ് ഓടിക്കളയും. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ തന്നെ വന്നത്. അമ്പലത്തിലെത്തി ആദ്യം തന്നെ എഴുത്തിനിരുത്താനുള്ള റെസിപ്റ്റും അർച്ചനയ്ക്കും എല്ലാം എഴുതി. ഇനി ഈ അമ്പലം ഏതാണെന്ന് അറിയണ്ടേ? കൊല്ലം ജില്ലയിലെ ചവറ തെക്കും ഭാഗം ശ്രീ ഗുഹാനന്ദപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അഷ്ടമുടി കായലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇത്. അർച്ചനയ്ക്കൊക്കെ എഴുതി. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാം. ആദ്യം പുറത്തൊന്ന് വലം വെച്ച് തൊഴുതിട്ടാണ് അകത്തോട്ട് കയറുന്നത്. പുറത്ത് ഇടമസ്വാമിയും സർപ്പക്കാവും എല്ലാം ക്ഷേത്രത്തിന് പുറത്താണ്. അവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി മുരുകനെയും തൊഴുത് അർച്ചനയ്ക്കുള്ളതും കൊടുത്തിട്ട് ഇനി എഴുത്തിനിരുത്താനുള്ള ചടങ്ങുകളിലേക്ക് പോകാം. ഈ ക്ഷേത്രത്തിലെ വിദ്യാരംഭം കുറിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷൺമുഖസ്വാമിയുടെ സമാധി മണ്ഡപത്തിന് മുന്നിലാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് പടിയിറങ്ങി ചെല്ലുമ്പോഴാണ് ഷൺമുഖസ്വാമിയുടെ സമാധി മണ്ഡപം. അല്ലു അമ്പലത്തിലെത്തിയപ്പോൾ തുടങ്ങിയ ഓട്ടമായിരുന്നേ. പിന്നെ ഭയങ്കര കളിയായിരുന്നു. എഴുത്തിനിരുത്തുമ്പോൾ പുതിയ മുണ്ടോ എന്തെങ്കിലും ഉടുപ്പിച്ചിട്ട് വേണം ഇരുത്തണമെന്ന് ശാന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചെറിയൊരു മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡ്രസ്സിന് മുകളിലൂടെ ഉടുപ്പിച്ചിട്ട് എഴുത്തിനിരുത്താനായിട്ട് അകത്തേക്ക് കൊണ്ടുപോവുക. അല്ല കരയോ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവൾ അത്ര പരിചയമില്ലാത്ത ആൾക്കാരെടുത്ത് പോവുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നേ. നമ്മുടെ കയ്യിലിരുന്ന് അവരോട് ചിരിക്കുകയോ കാര്യം പറയുന്നതല്ലാതെ അവരടുത്തേക്ക് പോവുകയോ അവർ കയ്യിൽ പിടിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ശാന്തി എഴുതിപ്പിക്കുമ്പം കരയോന്ന് തന്നെ ഉറപ്പിച്ച് നിൽക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നുമല്ലായിരുന്നേ. അവൾ നല്ല സന്തോഷത്തോടെ ഇരുന്ന് അക്ഷരം എല്ലാം എഴുതി നിർബന്ധം ഒന്നും കാണിക്കാതെ തന്നെ ഇരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നേ. എൻ്റെ അനന്ത ആദ്യാക്ഷരം കുറിച്ച് അറിവിൻ്റെ ലോകത്തേക്കെത്തി. അവിടെ എല്ലാ ഉയർച്ച ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അല്ലുവിനെ കുറച്ച് നേരത്തെയാണ് എഴുത്തിനിരുത്തിയത്. 2.5 വയസ്സായിട്ടില്ലേ. അപ്പോൾ ഈ മൂത്ത കുട്ടികളുള്ള വീട്ടിലേ അവർ കൈപിടിച്ച് എഴുതിപ്പിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ആദ്യം അല്ലുവിനെ എഴുതിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് എഴുതിപ്പിച്ചത്. അമ്പലത്തിൽ കൊണ്ടുവന്ന് എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. വിജയദശമി ദിനത്തിൽ അല്ലുവിനെ എഴുത്തിനിരുത്താൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, കാരണം 2.25 വയസ്സായിട്ടില്ലായിരുന്നേ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശാന്തിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ശാന്തി അത് അവൾക്ക് എന്തെങ്കിലും തിരിച്ച് കൊടുത്തു കേട്ടോ. ഇത് കയ്യിലിരിക്കട്ടെ, മോളുടെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങി പഞ്ചാമൃതമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നു. ഇവിടെയാണ് ഷൺമുഖദാസ് സ്വാമി ഉപയോഗിച്ചിരുന്ന കട്ടിലും കസേരയും മെതിയടിയും വടിയും അങ്ങനെ കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇനി ഈ സ്വാമി ആരാണെന്നല്ലേ? നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രവും ഒരു സ്കൂളും സഹകരണ സംഘങ്ങളും എല്ലാം ഈ നാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയത് ഷൺമുഖദാസ് സ്വാമികളാണ്. ഈ ഗുഹാനന്ദപുര ക്ഷേത്രവും ഇവിടെ ഇതിനോടനുബന്ധിച്ചുള്ള ഹയർ സെക്കൻഡറി സ്കൂളും ഏറ്റവും കൂടുതൽ കയറ് പിരിച്ചുള്ള ജോലിയായിരുന്നേ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സഹകരണ സംഘങ്ങളും എല്ലാം നിർമ്മിച്ച് നൽകിയത് ഷൺമുഖദാസ് സ്വാമികളാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരറിവിൻ്റെ വെളിച്ചം ആദ്യമായിട്ട് എത്തിച്ചത് സ്വാമിയാണ്. ആ ഒരു ബഹുമാനം എന്നും ഈ നാട്ടുകാർക്ക് സ്വാമിയോടുണ്ട്. ഇനി നമ്മുടെ നാടിനെക്കുറിച്ച് പറയാം. അഷ്ടമുടി കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുഞ്ഞൊരു ദ്വീപാണ് ചവറ തെക്കും ഭാഗം. ഇതാണ് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടാണ് ഞാൻ 8 മുതൽ +2 വരെ പഠിച്ചത്. നമ്മുടെ നാട്ടിലെ ചെറിയൊരു ഭാഗം മാത്രമേ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങളും അമ്പലവും സ്കൂളും
എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുമാത്രമല്ല നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.